അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട്ട് നെല്ലിയാമ്പതി ഹിൽസിലോട്ട് പോകുന്ന വഴിക്കുള്ള പോത്തുണ്ടി ഡാമിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നെല്ലിയാമ്പതി ഹിൽസിലോട്ട് രാവിലെ പോകുന്ന വഴിയാണ്. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ 4:45 നമ്മളിവിടെ വന്നു. ഇവിടുന്ന് 6 മണിയാകാതെ അങ്ങോട്ട് ചെക്ക് പോസ്റ്റ് തുറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പോത്തുണ്ടി ഡാമിൽ വന്നേക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളാണ് രാവിലെ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്, ഭയങ്കരമായ കാറ്റാണ്. അപ്പോൾ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളിൽ നിന്ന് രാവിലെ നമുക്ക് തുടങ്ങാം. പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം ഞങ്ങൾ രാവിലെ സത്യം പറഞ്ഞാൽ 4:45 ഇവിടെ വന്നേ. ഇച്ചിരി വെട്ടം വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ വെട്ടമില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് 6 മണിയായിട്ടേ നമുക്ക് നെല്ലിയാമ്പതിയിലോട്ടുള്ള നമ്മുടെ ചെക്ക് പോസ്റ്റ് തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത്. ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 കിലോമീറ്ററിനടുത്തുണ്ട് നീളം. അക്കരെ ഇക്കരെ ഈ 2 മലകളിൽ തമ്മിലാണ് ഇവിടെ ഡാം പണിഞ്ഞേക്കുന്നത്. പോത്തുണ്ടി റിവറിലാണ് ഈ ഡാം പണിഞ്ഞേക്കുന്നതെന്നാണ് ഇവിടെ ഒരാളോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത്. ഇവിടെ ഒരുപാട് പേര് രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് ഇതിലേ പോകുന്നുണ്ട്. എന്തായാലും നടക്കാൻ പോകുന്നത് തന്നെ വളരെ നല്ല ഒരു വൈബാണ്. രാവിലെ ഇതിലേക്കൂടെ ഈ കാറ്റ്, നല്ല കാറ്റുണ്ട്. രാവിലെ നല്ല കാറ്റാണ് ഇവിടെ. കാറ്റും ഡാമിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് രാവിലെ ഒരു നടപ്പ്, ഫ്രഷ് എനർജി. അപ്പം ഞങ്ങൾ രാവിലെ സൂര്യോദയം കാണാമെന്നുള്ള ധാരണയിലാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണെന്ന് നമ്മൾ പിന്നെ കോമ്പസൊക്കെ നോക്കിയിട്ട് നോർത്തും വെസ്റ്റും സൗത്തും ഈസ്റ്റും ഒക്കെ കണ്ടുപിടിച്ച്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കും. പക്ഷെ നല്ല കോടയുണ്ടായിരുന്നു. അത്യാവശ്യം മഴക്കോളുണ്ടായിരുന്നു, ചെറിയ ചാറ്റമഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം രാവിലെ സൂര്യോദയം കാണാൻ പറ്റുമെന്നും അറിയത്തില്ല. എന്തായാലും കുറച്ച് നേരം കൂടെ നിന്നിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതി ഹിൽസിലേക്ക് പോവുകയാണ്. ഒരു കനാൽ സെറ്റപ്പാണ്. താഴേലേക്ക് ജലസേചനത്തിന് വെള്ളം, കൃഷിക്കൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വെള്ളം താഴോട്ട് വിടുന്ന ഒരു കനാലാണ്. അതിൻ്റെ ഷട്ടറൊക്കെയാണ് അവിടെ കാണുന്നത്. അത് വെള്ളം ഇതിലേക്കൂടെ ഇങ്ങനെ കനാൽ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇത് കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന വെള്ളമാണ്. ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് വിടും. അപ്പം ഞാനങ്ങനെ നടന്ന് ഇങ്ങനെ സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിഷ്ണു ബ്രോ, ഇതാണ് ആരൻ ബ്രോ. ഇവർ രണ്ടും തൃശ്ശൂരുകാരാണ്. ഞങ്ങൾ ഇന്ന് വന്ന വഴിയിൽ പരിചയപ്പെട്ടതാണ്. എന്തായാലും ഇവിടെ അരുൺ ബ്രോയാണ് പറഞ്ഞത് ഇവിടെ അടിപൊളി വൈബുണ്ട്, രാവിലെ വന്നാൽ ഇവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല. പക്ഷേ സൂര്യൻ ഉദിച്ച് വരുന്നില്ല എന്ന് മാത്രമുള്ള ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു. സൂപ്പർ, കൊള്ളാം.
അപ്പോൾ ഇതാണ് ഡാമിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന കാഴ്ചകളാണിത് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പം മുമ്പേ നടന്ന പാലമാണ് മുകളിൽ കാണുന്നത്. ഇവിടെ ഒരു കൊട്ട സവാരിയും ബോട്ടും ഒക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ സവാരി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി വേറെ എന്തെങ്കിലും പ്രൈവറ്റ് യൂസ് ആണോന്നും അറിയത്തില്ല. എന്തായാലും വമ്പം വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി ഡാമിനോട് വിട പറഞ്ഞ് നെല്ലിയാമ്പതി ഹിൽസിലേക്ക് പോവുകയാണ്. ഞാൻ രാവിലെ വന്ന വഴിക്ക് വെച്ച് വണ്ടിയെ പോയപ്പോൾ കണ്ട 2 സുഹൃത്തുക്കളാണ്, വിഷ്ണു അരുണു. പിന്നെ ഞാനൊരു ചായ കുടിക്കാൻ വന്നപ്പോൾ അവരും അവിടെ ചായ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ എന്തുവായാലും അരുൺ ഭായ് കൊണ്ടുവന്ന അടിപൊളി സൂപ്പർ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എന്തുവായാലും അടിപൊളിയായിരുന്നു ഡാം. ഇനിയിപ്പം ഞങ്ങൾ എന്തുവായാലും ഗോയിങ് ടുഗദർ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇനിയിപ്പം ഞങ്ങൾ നെല്ലിയാമ്പതി ഹിൽസിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ പുറകെ വരുന്നതായിരിക്കും. ഇത് ഡാമിൽ നിന്ന് നമ്മളവിടെ മുകളിൽ കണ്ട ഷട്ടറിൽ നിന്ന് തുറന്ന് വെള്ളം ഇങ്ങനെ വിടുക. ഇത് എനിക്ക് തോന്നുന്നു കൃഷിക്ക് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു, ജലസേചനം. ഇങ്ങനെ കനാല് പോലെ. ഇത് ഫോറസ്റ്റ് അല്ലേ പറഞ്ഞേ? ഇത് ഫോറസ്റ്റ് അല്ലയോ? പ്രൈവറ്റ് ആവും അല്ലേ? അപ്പൊ ഇതാണ് രാവിലെ ഞങ്ങൾ വന്ന വഴി. രാവിലെ ഞങ്ങൾ നല്ലൊരു നടപ്പാണ് അവിടെ നടന്നത്. അതിൻ്റെ ഇടയ്ക്ക് അരുണ പറഞ്ഞ് പുലി ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേടിച്ചിട്ട് സ്പീഡിലാണ് നടന്നത്. പെട്ടെന്ന് അങ്ങ് പോവാതെ. ഇത് കാട് ഏരിയ കേട്ടോ, ഇത് കാടാ. എന്തായാലും കൊള്ളാം, അടിപൊളി ഏരിയ. താഴെ നായപ്പോൾ തന്നെ കേട്ടോ. അപ്പം മുകളിൽ നല്ല സൂപ്പറായിരിക്കും. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ. അപ്പം രാവിലെ ഞങ്ങൾ ഇതിലും വഴി ചാടിയാണ് വിട്ടടിച്ച് പോയത്. വണ്ടിയൊക്കെ ഇവിടെ വെച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റ് വന്നു. ചെക്ക് പോസ്റ്റ് വന്നിട്ട് വണ്ടിയുടെ നമ്പരും പേരും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ മുകളിലോട്ട് വന്നു. ഇപ്പം തിരിച്ചിറങ്ങി വരുന്നത് 2:30-ക്ക് മുമ്പ് വരണമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ആന ഇറങ്ങുന്ന ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങോട്ട് വന്ന വഴിയിൽ ഇഷ്ടം പോലെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. ആനയൊന്നും കണ്ടില്ല. ആനയൊക്കെ ചിലപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് കയറി കാണും. പിന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമ്മൾ കണ്ട്. കോടമഞ്ഞ് ഇറങ്ങി കിടക്കുക മുകളിലെല്ലാം, മലയുടെ മുകളിലെല്ലാം കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ റോഡിലൊന്നും അധികം കോടമഞ്ഞില്ല. ഇവിടെ ഒരു ചെക്ക് പോയിന്റ്, നമുക്കിങ്ങനെ വ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതി ടൗണിലേക്കുള്ള യാത്രയിലാണ്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. റോഡൊക്കെ അത്യാവശ്യം മോശമാണെങ്കിലും പിന്നെ അറ്റ്മോസ്ഫിയർ ഭയങ്കര സൂപ്പർ അടിപൊളിയാണ്. യാത്രയൊക്കെ ആസ്വദിച്ച് വളരെ പതിയെ ഞങ്ങൾ നെല്ലിയാമ്പതി ടൗണിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളിയായിട്ട് തേയിലത്തോട്ടത്തിനിടയിൽ കൂടെയുള്ള കോടമഞ്ഞും ഒക്കെ ആയിട്ടുള്ള യാത്രയാണ്. നല്ല അടിപൊളി യാത്ര. ഹൈവ സൂപ്പറായിട്ട് കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ നെല്ലിയാമ്പതി ടൗണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി മസാല ദോശയും ചായയും കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ എൻട്രി ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഓ, നമ്പർ പറയണമായിരിക്കും. ആ, കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇവിടെ നമ്മുടെ പേര്, വണ്ടി നമ്പർ, പിന്നെ മൊബൈൽ നമ്പർ, അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ് നമുക്കിവിടെ കയറുന്നത്. പൈസയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. അങ്ങനെ വീണ്ടും വളരെ മനോഹരമായ വഴിയിൽ കൂടി നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങി അടിച്ച അവസാനം സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും വ്യൂ പോയിന്റിലോട്ട് പോയി നോക്കട്ടെ എന്താണ് ഇനി അവിടെ നിന്ന് കോടയായത് കാരണം ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മിക്കവാറും. നല്ല കോടയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാപ്പിയുണ്ട്, തേയിലയുണ്ട് കേട്ടോ. ഇവിടെ കാപ്പിയും നട്ടിട്ടുണ്ട്, തേയിലയുണ്ട്. ശരി, അട്ടയൊന്നും കണ്ടില്ലല്ലോ. മഴ ആയതുകൊണ്ടെല്ലാം വീട്ടിൽ കയറിയോ? കണ്ടില്ലേ, നല്ല കോടയാ. നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. ഭയങ്കര കോടമഞ്ഞ് കയറി കിടക്കുവാണ്. നമുക്ക് വലിയ കാഴ്ചകൾ, വിസിബിലിറ്റി ഇല്ല, എങ്കിലും ഇതാണ് ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച. ഞങ്ങൾ ഒരു വ്യൂ പോയിന്റ് വന്നതാണ്. അപ്പോൾ ഭയങ്കര കോടയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ സൂയിസൈഡ് പോയിന്റ് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. കോട എന്ന് പറഞ്ഞാൽ കോടമഞ്ഞ് ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര കോട. അയ്യോ, കണ്ടിട്ട് തന്നെ പേടി തോന്നുന്നു. ഇവിടെ ഒന്നും ഒരു കൈവരി അങ്ങനൊന്നും ഇല്ല. ഭയങ്കര ഡേഞ്ചർ പരിപാടിയാ. താഴെ കൊക്കെ പോവും. ആ,
യെസ്, അങ്ങനെ അവസാനം നമ്മൾ നെല്ലിയാമ്പതിയിലെ നെല്ലിമരത്തിനടുത്തെത്തി. ആ ശരിയാ, ലാൻഡ്മാർക്ക്. ഒരു പർട്ടിക്കുലർ ഇതാണ് നെല്ലിയാമ്പതിയിലെ നെല്ലിമരം. ആ നമ്മുടെ മറ്റേ അവിടുത്തെ ഡാം ഇവിടെ നിന്നാ കാണാൻ പറ്റുമായിരുന്നോ? പറ്റുമോ? ഇല്ലല്ലേ, അത് വേറൊരു മലയല്ലയോ? ആ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ വേറൊരു നെല്ലിമരം. ഫുള്ള് കോടയാണ്, ഭയങ്കരമായ കോട. കണ്ടില്ലേ, നടന്നിങ്ങനെ പോയി കഴിഞ്ഞു എൻ്റെ അമ്മോ. അയ്യോ എന്റെ പൊന്നെ, അയ്യോ ഇവന്മാരിവിടെ കിടന്ന് കുരങ്ങ് ആകെക്കൂടെ പ്രകടനമാ. എന്റെ പൊന്നെ, അയ്യോ ഇതേ ഫാമിലി ആയിട്ടിരിക്കുന്നു. അയ്യോ എന്നെ പിടിക്കാൻ വല്ലതും വരുവാണോ ദൈവമേ? ഉമ്മാര് വേണേ ചിലപ്പോ ഇതൊക്കെ ഒളിച്ചു പറിച്ചോണ്ട് പൊക്കളയും. ആ ഇവിടെ കുറച്ച് കോട മാറി. അടിപൊളി അടിപൊളി അടിപൊളി. അയ്യോ ദൈവമേ, ഒരു കൈവരി പോലും ഇല്ലാത്തോണ്ട് പേടി തോന്നുന്നു അടുത്തോട്ട് പോവാൻ. ഇവിടെ കോട ഇച്ചിരി മാറിയിട്ടുണ്ട്, അവിടുത്തെ വ്യൂ. മങ്കീസ് കൂട്ടം ഇവിടെ ഉണ്ട്. അവന്മാര് ചിലപ്പം നമ്മുടെ ഗോപ്രോ ഒക്കെ ചിലപ്പോൾ ഒടിച്ചു പറിച്ചുകൊണ്ട് പോക്കളയും. അവിടെ ഇരുന്ന് വീഗാലാൻഡിലെയൊക്കെ ഓരോ റൈഡിൽ കയറുന്ന പോലെ ഇരുന്ന് ചാഞ്ചാട്ടോ ഫാമിലി ആയിട്ടിരിക്കുക. നമ്മൾ വല്ല ആ മരത്തിൻ്റെ മേളിൽ കയറി താഴോട്ട് നോക്കി ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും. കുരങ്ങ് ഞാൻ ചരൺഭായി കണ്ടു കാണുമായിരിക്കും. നെല്ലിയാമ്പതി ഹിൽസിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് കുറേ നമ്മൾ നടന്നാൽ ഏകദേശം അവസാനം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു ചെറിയ വഴി നടപ്പാതെ അങ്ങോട്ടുണ്ട്, അത് അറിയില്ല അങ്ങോട്ട് വഴിയുണ്ടോയെന്ന് അറിയില്ല. എങ്കിലും ഏകദേശം ഒരു എൻഡെന്ന് പറയാവുന്ന രീതിയിലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. വയലുകളും നീണ്ടു പരന്ന് കിടക്കുന്ന വയലുകളും മരങ്ങളും വീടുകളും ഒക്കെ ആയിട്ട്, ഇലക്ട്രിക് പോസ്റ്റുകളും വലിയ ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും ഒക്കെ ആയിട്ട് വളരെ നല്ല അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ മഞ്ഞ് മാറി പതിയെ വരുന്നുണ്ട്. ഈ സ്ഥലം കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും വലതുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊള്ളാച്ചി തമിഴ്നാട് ഭാഗങ്ങളാണ് എന്ന് ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അങ്ങനെയാണ്. എങ്കിലും വളരെ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒരു വാട്ടർഫോളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വാട്ടർ വീഴുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒന്ന് നോക്കട്ടെ. അയ്യോ, വാട്ടർഫോളിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. വാട്ടർഫോൾ കാണാൻ പറ്റുന്നില്ല, കോടയാണ്. അങ്ങ് താഴെങ്ങാണ്ടാണ് വാട്ടർഫോൾ, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. ഞാനിങ്ങ് താഴെ ഇറങ്ങി വന്നു, കണ്ടില്ല, ഇങ്ങ് വന്നു, പക്ഷെ എന്നിട്ടും കാണാൻ പറ്റുന്നില്ല. നല്ല കോടമഞ്ഞ, വേറെ ആരുമില്ല, നല്ല കോടമഞ്ഞുണ്ട്. വീണ്ടും തിരിച്ച് തന്നെ മുകളിലോട്ട് കയറട്ടെ. ഞാനും അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയത്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് കാണണമെന്നൊരാഗ്രഹം. പക്ഷേ
അങ്ങോട്ട് പോയിട്ടും കണ്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പം മൂന്നാർ പോകുന്ന പോലെ ഒന്നുമല്ല. മൂന്നാർ തേയിലക്കാടാന്ന് പറയും, പക്ഷെ ഇതെനിക്ക് തോന്നുന്നു കാടാ. ഇത് നല്ല ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നും തേയില ഒന്നുമില്ല, ഈ മരങ്ങളും കാടും കുന്നുമൊക്കെയാണ് ഇവിടെ. നല്ല ഹൈറ്റ്. എന്നാൽ നമ്മൾ ആ റോഡ് കയറി വരുമ്പോൾ അത്രയ്ക്ക് വലിയ ഹെയർ പിന്നെ ഒന്നും കയറി വന്നിട്ടുമില്ല. എന്നാൽ പെട്ടെന്ന് മലയുടെ മുകളിൽ എത്തിക്കുന്നേരം കൊള്ളാം. എന്തായാലും രസമുണ്ട്. അതാണ്ട് ഓപ്പോസിറ്റ് സൈഡിലൊരു മലയുണ്ട് കേട്ടോ. കോടയായത് കാരണം ഇങ്ങനെ മൂടി നിൽക്കുവാണ്. അതുകൊണ്ട് ആ മലയുടെ ടോപ്പാണിത്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റ്. ഇപ്പോൾ കോട മാറിയപ്പോഴത്തേനും തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ഇന്ന് ഇതാണ് ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം. ഈ സൗണ്ട് ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇവിടെ കോട മൂടിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ കോട മാറിക്കഴിഞ്ഞപ്പോൾ ഇത്രയും തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടന്ന് അങ്ങേ അറ്റം വരെ പോയി വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇതിലേക്കൂടി ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈവരിയൊന്നുമില്ല. സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇതിലെ നടന്നു പോയില്ലെങ്കിൽ. അതുകൊണ്ട് താഴെ അഗാധമായ കൊക്കയാണ്. അങ്ങനെ പോയ വഴി നമുക്ക് 2 സുഹൃത്തുക്കളെ കൂടെ കിട്ടിക്കുകയാണ്. ചേട്ടാ ഒന്ന് നോക്കി. ആ, കൊല്ലംകാരാണ്. പേരൊന്ന് പറഞ്ഞേ. ഞാൻ ഷാലു. ഷാലു. ഇർഷാദ്. അങ്ങനെ 2 സുഹൃത്തുക്കളെ കൂടെ കിട്ടിയിരിക്കുകയാണ്. സോപ്പ് ഇട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ആൾക്കാർ വളരെ കുറവാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് ചിലപ്പോൾ ഒരു മഴയുടെ കോളും പിന്നെ ഈ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. എങ്കിലും ഇന്ന് വളരെ തിരക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങേ അറ്റം വരെ നടന്നു. തിരികെ ഇങ്ങോട്ട് വരുന്നതാണ് പാട്. ഒരു ശകലം കയറ്റമുണ്ട്. അങ്ങോട്ട് ഇറക്കമായതുകൊണ്ട് നല്ല രസമാണ് അങ്ങോട്ട് പോകാൻ. ഇങ്ങോട്ട് വരുന്ന കാര്യമാണ് പാട്. അപ്പം ഞങ്ങൾ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ ഉള്ളൂ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇന്നെന്താണെന്ന് അറിയത്തില്ല, ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇവിടെ കോടയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇന്ന് ഇങ്ങനെ ഈ കോടയും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഇവിടെ വന്നവർ നേരത്തെ ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എന്നും ഭയങ്കര വെയിലത്തും ചൂടത്തും ഒക്കെയാണ് അവർ. ഭയങ്കര വെയിലൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വന്നു. നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. കൊള്ളാം. ഇവിടെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേയിലയുണ്ട്, ഇവിടെ കാപ്പിയുണ്ട്. താഴെ കാപ്പിയുണ്ട്. കാപ്പിയുടെ ഇതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മൾ മൂന്നാറിലൊക്കെ പോകുകയാണെങ്കിൽ തേയില മാത്രമല്ല ഉണ്ട്, ഇവിടെ കാപ്പിയുണ്ട്. കാപ്പിക്കുരു ഇത് കണ്ടില്ല. അവിടെ തേയിലയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാപ്പിയാണ്. കണ്ടോ, ഇവിടെ കാപ്പിക്കുരുവാണ് കൃഷി ചെയ്തേക്കുന്നത്. കണ്ടോ, കാപ്പിക്കുരു. കാപ്പിയും തേയിലയും ഉണ്ട് ഇവിടുത്തെ കൃഷി. ഇവിടുത്തെ കാലാവസ്ഥയുടെ എന്തെങ്കിലും പ്രത്യേകതയാണോ ഇതെന്ന് എനിക്കറിയില്ല. നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ അവിടെ ഞാൻ ഇന്നവരെ കാപ്പി കണ്ടിട്ടില്ല, തേയില മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കാപ്പിയുണ്ട്. കൊള്ളാം എന്തായാലും. ഇവിടെ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് അവിടെ എല്ലാം കാപ്പിയാണ്. കാപ്പിക്കുരു. കാപ്പിയും തേയിലയൊക്കെ വിൽപ്പനയുണ്ട്. പിന്നെ എന്തൊക്കെയോ എന്തുവരും. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഉണ്ടോ? വേണ്ട. ഓ തണുപ്പാ. കാപ്പി ഉണ്ടോ ചേട്ടാ? കാപ്പി എത്ര രൂപയത്? അല്ല അതല്ല, മറ്റേ വാങ്ങിക്കാനുണ്ടോ? അതിന് എത്ര രൂപയത്? 1 കിലോ 110. കൂടുതലാണോ? ഓർഗാനിക് 10 രൂപ. 100 ഗ്രാം 55 രൂപ. ഇത് എല്ലാം ഒരേ ഇത് തന്നെയാണ്. 100 200. ഇത് നിങ്ങളുടെ കമ്പനിയുടെ തന്നെ അല്ലേ? പോയപ്സിന്റെ
കാപ്പി അല്ലേ? ഇത് എനിക്കൊരു ചെറുത് തരാം, ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വാങ്ങിക്കാം. ഇത് തരാം, ഇത് ഒരെണ്ണം പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടോ, നല്ല അടിപൊളിയാണോ, എന്നിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കാം. പിന്നെ എത്ര 55? ഓക്കെ. ചായപ്പൊടി വേണം. ആ ചായ എടുത്തു തന്നെ. നിങ്ങൾക്ക് വേണ്ടേ ചായ? വേണ്ട. കുടിയെന്നേ കുടിക്ക്. 2 ചായ. അപ്പൊ ഞാൻ അതിന് ഇവിടുന്ന് ഒരു ചെറിയ പാക്കറ്റ് ഇത് മേടിച്ചു, കാപ്പി മേടിച്ചു. ഞങ്ങൾ വ്ളോഗ് ചെയ്ത് ക്ഷീണിച്ച കാരണം ഇവിടെ വന്നിട്ട് ഒരു ചായ മേടിച്ചു കുടിച്ചോ. എന്നിട്ട് ഇവിടെ ഞങ്ങളൊരു യൂട്യൂബ് മുതലാളിയെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ അരുൺ ബ്രോ. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് നമ്മൾ പറയും. അവൻ ഞങ്ങളെ സുജയ് മിത്തു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നെക്കാട്ടി സബ്സ്ക്രൈബർ ഉണ്ട് അതിന്, അപ്പൊ എന്റെ ചാനലാണ് അവിടെ കൂടെ കൊടുത്തേക്കണം. അപ്പൊ ഞങ്ങള് വ്ളോഗ് ചെയ്ത് ക്ഷീണിച്ചാണ് ഒരു ചായ കുടിക്കൂടെ. മോഹൻലാൽ പറയുന്നത് കറക്റ്റാ കേട്ടോ, ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കുറയുമെന്ന് പറയുന്നത് കറക്റ്റാ. ഒരു മഴക്കോളൊക്കെ ഉണ്ട്, മഴ പെയ്യുമെന്ന് അറിയത്തില്ല. എന്തുപോലെ അപ്പൊ ഞങ്ങൾ ഇതോടൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇവിടെ ഒരു ഫാമിൽ പോന്നോ വിഷ്ണു? പോന്നോ? ഫാമിൽ പോണ്ടേ? അപ്പൊ നമുക്ക് ഞങ്ങളിവിടെ ഒരു ഫാമിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് ഫാമിലൂടെ പോയിട്ട് കഴിഞ്ഞിട്ട് നേരെ പാലക്കാടിന് പോവാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നെല്ലിയാമ്പതിയിലെ ഫാമിൻ്റെയും പാലക്കാടിൻ്റെ ഭംഗിയാർന്ന മറ്റു കാഴ്ചകളും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവർ ദയവായി വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.